നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വർഷമായി നയപരമായ വിയോജിപ്പ് മൂലം നാം ഒപ്പിടാതിരുന്ന PM ശ്രീ പദ്ധതിയോട് ചേർന്ന് പോകാൻ ഇപ്പോൾ നാം തീരുമാനിച്ചിരിക്കുന്നു. CPI നിശ്ചിതമായ വിയോജിപ്പ് രേഖപ്പെടുത്തി നിൽക്കുകയാണ്. അതുമായി മുന്നോട്ട് പോകാം എന്ന് CPIM തീരുമാനിക്കുന്നത്. അവർ അതിൻ്റെ ആഭ്യന്തര തർക്കങ്ങളെയെല്ലാം വേഗത്തിൽ പരിഹരിച്ചോളാമെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നും CPI നേതാക്കൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. CPI മുഖപത്രമായ ജനയുഗത്തിൽ അതേക്കുറിച്ച് ലേഖനം വരുന്നു. അതിൻ്റെ അപകടവശങ്ങളെ വിശദമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ വലിയ വിയോജിപ്പിൻ്റെ ശബ്ദം നാം കേൾക്കുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് 2 വർഷം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽ നിൽക്കെ PM ശ്രീ പദ്ധതിയിലേക്ക് പ്രവേശിക്കാം എന്ന് സർക്കാർ തീരുമാനിക്കുന്നത്? ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന കാവ്യവൽക്കരണത്തിന്റെ സാധ്യതകളാൽ വിമർശിക്കപ്പെടുന്ന ഒരു നയം. ആ നയത്തിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റായി PM ശ്രീ പദ്ധതി മാറുന്നു എന്നതാണ് അതിനെ വിമർശിക്കുന്നവർ പ്രധാനമായി ഉയർത്തുന്ന പ്രശ്നം. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലും കേരളത്തിലുമൊക്കെയുള്ള പാർട്ടികൾ ആ വിയോജിപ്പിനെ എടുത്തുയർത്തി നിന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിനോടൊരു കോംപ്രമൈസ് എടുക്കുകയാണ്. അതിന് സർക്കാർ പറയുന്ന ന്യായം 1500 കോടി രൂപ ഇതുവഴി കിട്ടാനുണ്ട്. അത് കിട്ടുമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടത് വഴിയിൽ കളയണോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, PM ശ്രീയിൽ സൈൻ ചെയ്യാത്തത് കൊണ്ട് മറ്റു പലതും SSA അടക്കം മറ്റു പല ഫണ്ടുകളും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഒപ്പിട്ടാൽ മറ്റത് തരാം എന്ന മട്ടിൽ. അപ്പോൾ സർക്കാർ അതിന് നിർബന്ധിതമാവുകയാണ്. അപ്പോൾ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, 1500 കോടി രൂപ കിട്ടും എന്നതുകൊണ്ട് നമുക്ക് ഏതൊക്കെ നയങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ കഴിയും? കേരളം സവിശേഷമായി ഇന്ത്യൻ ഭൂപടത്തിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന അതിൻ്റെ സെക്യുലർ മൂല്യങ്ങൾ, അതിൻ്റെ ഉയർന്ന സുതാര്യമായ വിദ്യാഭ്യാസ നയം, ഇവയെല്ലാം നമുക്ക് 1500 കോടിക്ക് പണയപ്പെടുത്താൻ കഴിയുമോ? അതോ CPM പറയുന്നത് പോലെ അങ്ങനെ പേടിക്കേണ്ടതൊന്നും PM ശ്രീയിൽ ഇല്ല എന്നാണോ? അതോ അതിനുമപ്പുറം കേന്ദ്ര സർക്കാരിനോട് ഏറ്റുമുട്ടലിനില്ല എന്ന സന്ദേശം കൊടുക്കാനോ? അതോ ഇത് ദയനീയമായ ഒരു കാഴ്ചയാണോ? പണം എന്തായാലും കേന്ദ്രം തന്നാലേ മുന്നോട്ട് പോകാൻ കഴിയൂ, കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് പ്രത്യേകിച്ചും. കാരണം ഇപ്പോൾ എല്ലാം അവിടെയാണ് പണം. തരുന്ന വിഹിതം വെച്ചേ ഓടാൻ കഴിയൂ. അപ്പോൾ തരാൻ അവർ പറയുന്നതൊക്കെ അംഗീകരിക്കേണ്ടി വരും. പോരാട്ടത്തിന് ത്രാണിയില്ലാതായി മാറിയ സംസ്ഥാനങ്ങളുടെ ദുർബല രൂപത്തെ, അവരുടെ ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണോ നാം കാണുന്നത്? ഈ വിഷയങ്ങൾ സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് AISFന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ബിപിൻ അടൂർ, VR അനൂപ് കോൺഗ്രസിൽ നിന്ന്, M ജയചന്ദ്രൻ ഇടതു നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം M ജയചന്ദ്രൻ, എങ്ങനെയാണ് രാഷ്ട്രീയമായി ഈ PM ശ്രീ പ്രശ്നത്തെ സർക്കാരിന് വിശദീകരിക്കാൻ കഴിയുക? അതായത് ഇത് നമുക്ക് കിട്ടേണ്ട ഫണ്ടാണ്, നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെയുള്ളത് വേറെ സാങ്കേതികത്വമാണ്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന രാഷ്ട്രീയമായ ആകുലതകളെ CPM വിശദീകരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്, ഇപ്പോൾ CPIയുടെ എതിർപ്പിനെ പറ്റി താങ്കൾ നിഷാദ് സൂചിപ്പിച്ചല്ലോ. അതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ്. ആ നിലപാട് തള്ളിക്കളയേണ്ടതാണ് എന്ന് ഞാൻ പറയില്ല. അങ്ങനെ അഭിപ്രായവും എനിക്കില്ല. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് ഈ രൂപത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത് നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോൾ ഇത് ഒപ്പിട്ടത് എന്നുള്ളതാണല്ലോ ചോദ്യം. താങ്കളതാണല്ലോ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന പ്രശ്നവും അതാണല്ലോ. അപ്പോൾ അതിൻ്റെ മറുപടിയിലേക്ക് വരുമ്പോൾ പറയാൻ യഥാർത്ഥത്തിൽ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട വിഹിതങ്ങളുടെ ഒരു നിർദ്ദിഷ്ട ലിസ്റ്റ് തന്നെ ഭരണഘടനാപരമായി അംഗീകരിച്ച് പോന്നിട്ടുണ്ട്. അത് ആർട്ടിക്കിൾ 270 തന്നെയാണ് അത് പറയുന്നത്. അത് 2-3 ഇനങ്ങളിലായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് തുറന്നുള്ള ഘട്ടങ്ങളിൽ പറയേണ്ടി വന്നാൽ ഞാൻ പറഞ്ഞോളാം നമ്മൾ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ. പക്ഷേ ഈ പദ്ധതി എന്ന് പറയുന്നത്, ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നിൽക്കുന്നത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ രൂപത്തിലാണ്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത് എന്താണ് എന്ന്, ഇത് തുടങ്ങി വെച്ചത് ആരാണ് എന്ന്, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ. ഒരു സംശയവും ഇല്ലാതെ പറയാം. കാരണം തൊട്ടപ്പുറത്തുള്ള കർണാടകയ്ക്ക് ഒരു മടിയുമില്ല PM ശ്രീയിൽ ചേരാനും ഒപ്പിടാനും അതിന് പണം വാങ്ങിക്കാനും. തൊട്ടപ്പുറത്തുള്ള തെലങ്കാനയ്ക്ക് ഒരു മടിയുമില്ല PM ശ്രീയിൽ ചേരാനും ഒപ്പിടാനും ആ പണം വാങ്ങിക്കാനും. പക്ഷേ ഇവിടെ KPCC പ്രസിഡന്റ് അടക്കം എന്തൊരു ഘോരമാണ് വിമർശനം ഉന്നയിക്കുന്നത്. എന്തെങ്കിലും ആത്മാർത്ഥതയോടാണ് വിമർശനം വരുന്നത്.
സെൻട്രലി സ്പോൺസേഡ് സ്കീമിൽ പിന്നെ നമുക്ക് വെച്ച് നീട്ടുന്നത് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ ആദ്യഘട്ടത്തിൽ പറയാം. പിന്നെ ശ്രീ നിഷാദ്, അതായത് ഞാൻ ആലപ്പുഴയിൽ കുട്ടനാട്ടുകാരനാണ്. പെട്ടെന്ന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീം, കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്ന ഒന്നാം കുട്ടനാട് പാക്കേജാണ്. 1840 കോടി രൂപയുടെ MS സ്വാമിനാഥനെ ഏൽപ്പിച്ച ഒന്നാം കുട്ടനാട് പാക്കേജ്. അതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതി, ഇത് കോൺഗ്രസ് സർക്കാരിൻ്റെയാണ്. അതിനു മുമ്പ് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, ICDS. പിന്നെ അതുപോലുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒറ്റതിരിഞ്ഞ് നിൽക്കുന്നൊരു പദ്ധതിയാണോ? താങ്കൾ പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാര്യം പറഞ്ഞു, പക്ഷെ അതിനു മുമ്പ് വേറൊരു പിന്നെ ഈ ചില പദ്ധതികൾ കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു 2018. അത് പിന്നെ ഇപ്പോൾ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നറിയപ്പെടുന്ന പുതിയ പദ്ധതിയാണ്. 2018 അത് 3-4 പദ്ധതികളായിട്ട് ചതക്കിടന്ന പദ്ധതിയാണ് ഒന്ന് ചുരട്ട പദ്ധതിയാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെലവിട്ട പണം, അതാണ് 1466 കോടി രൂപ എന്ന് പറയുന്നത്. കേരളം ചെലവിട്ട പണമാണ്. ഇപ്പം ഈ പറയുന്ന ഈ PMCയിൽ ഒപ്പിടുന്നതോടെ കേരളത്തിന് കിട്ടുന്നത് കേവലം പിന്നെ 187 കോടി രൂപ മാത്രമാണ് ഇതിലൊപ്പിട്ടാൽ കിട്ടുന്നത്. ഇതിലൊപ്പിടുന്നതുകൊണ്ട് മാത്രം കിട്ടുന്നത്. പക്ഷേ നേരത്തെ കേരളം ചെലവാക്കിയ പണം ഉണ്ടല്ലോ, ഈ സമഗ്ര ശിക്ഷാ അഭിയാനിൽ കൂടെ ചെലവാക്കിയ പണം, ആ പണത്തിലെ ഈ പറഞ്ഞ 187 കോടി രൂപ 4166 കോടി രൂപ പിടിച്ചു വച്ചിരിക്കുകയാണ് ഇതിൽ ഒപ്പിടാത്തത് കാരണം. ഇത് PM-ശ്രീയിൽ ഒപ്പിട്ടാൽ ആ പണം കിട്ടും, നമ്മൾ ചെലവഴിച്ച പണം നമുക്ക് കേരളത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യം എന്ന് തന്നെ ആ പദം തന്നെ പ്രയോഗിക്കണം, ആനുകൂല്യം എന്ന് പറയാവുന്നത്. അത് അത്രയും പണം വേണ്ട എന്നാണ് വിമർശകർ പറയുന്നതെങ്കിൽ ഓക്കെ, വേണ്ടെന്ന് വെക്കാം. പക്ഷേ അതിന് കേരളത്തിലെ പോലെ ഇങ്ങനെ ഈ ദൗർലഭ്യം അല്ലെങ്കിൽ ധനദൗർബല്യം നേരിടുന്ന നമ്മളെപ്പോലുള്ള സംസ്ഥാനത്തിന് 1466 കോടി രൂപയ്ക്ക് പകരം വയ്ക്കാൻ വിമർശകരുടെ ഇടയിൽ എന്തുണ്ട് പരിഹാരം? അതോടെ നിർദ്ദേശിക്കണ്ടേ? അത് നിർദ്ദേശിക്കാനില്ലാത്ത കാലത്തോളം ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നമുക്ക് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പോരായ്മയാണെങ്കിൽ ആ പോരായ്മ നികത്താനുള്ള വഴികൾ പറഞ്ഞാൽ മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്ന് പറയുന്നത് നിശ്ചിത ഒരു ഫോർമാറ്റാണ്. ആ ഫോർമാറ്റിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം CPI ജനയുഗത്തിൽ ഉൾപ്പെടെ വിമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആശയപരമാണ്, ഐഡിയോളജിക്കൽ ബേസിസിലാണ് അവർ കൃത്യമായി എതിർക്കുന്നത്. അത് ശരിയുമാണ്. ആ LDFനും ഉള്ള ആ വിമർശനം CPI കുറേ കൂടെ മൂർത്തമായി അവരുടെ മുഖപത്രത്തിലൂടെ ഉന്നയിക്കുന്നതിനെ ഞാൻ തെറ്റാണെന്ന് പറയുകയില്ല. അത് ശരി തന്നെയാണ്. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആശയപരമായ നിലപാട് പാലിക്കാൻ ബാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്കാണോ ഈ പദ്ധതിയിൽ ഒപ്പിടേണ്ടത് എന്നുള്ളത് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോഴാണ് അങ്ങനെയല്ല എന്നുള്ള ജയചന്ദ്രൻ, ആ പദ്ധതിയിൽ നമ്മൾ ഒപ്പിടുക എന്ന് വെച്ചാൽ നമ്മുടെ താല്പര്യത്തിനൊപ്പിച്ച് അമെൻമെന്റ്സ് ഒന്നും വെച്ച് ഒപ്പിടാൻ വരുന്ന പരിപാടിയല്ലല്ലോ. അതിനൊരു പദ്ധതി ഉണ്ട്, ആ പദ്ധതി നമുക്ക് അംഗീകരിക്കാം, വേണമെങ്കിൽ എടുക്കാതിരിക്കാം. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ പദ്ധതിയുടെ പൈസ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ്, പക്ഷേ അതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന പൈസ വേറെ ഒരുപാട് പൈസ കിട്ടാനുണ്ട്. അത് പക്ഷേ നിയമപരമല്ല തടഞ്ഞു വെക്കൽ. അതിനെതിരെയാണ് തമിഴ്നാട് സുപ്രീം കോടതി പോയിട്ടുള്ളത്, തീരുമാനമൊന്നും ആയിട്ടില്ലെങ്കിൽ കൂടി. അപ്പം ലീഗലി ആൻഡ് പൊളിറ്റിക്കലി അതിലൊരു ഫൈറ്റ് എടുക്കാനുള്ള ത്രാണി നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കോംപ്രമൈസ് മൂഡിലേക്ക് പോവുകയാണ്. കാരണം സർവൈവ് ചെയ്യാൻ പണം വേണം. അങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യാൻ പണമാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പൊളിറ്റിക്കൽ കോംപ്രമൈസ് വേണ്ടി വരികയാണ്. നാളെ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്തായിരിക്കുമെന്ന ആശങ്ക അവിടെ നമ്മൾ ബാക്കി വയ്ക്കുകയാണ്. അതിന് പൊളിറ്റിക്കൽ വിശദീകരണം കൊടുക്കണമല്ലോ. അതെന്തായിരിക്കും? അതിൽ വിദ്യാഭ്യാസ മേഖല ചിലപ്പോൾ കുറച്ച് കേന്ദ്ര സർക്കാർ ഭരിച്ചു എന്ന് വരും. നമുക്കത് നിവൃത്തിയില്ല കേട്ടോ. കാരണം നമുക്ക് 4500 കോടി രൂപ ആവശ്യമുണ്ട് എന്നുകൂടി പറയുമോ? അപ്പോഴാ വാചകം പൂർണ്ണമാവുക. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം അതും നിശ്ചയമായും പ്രസക്തം തന്നെയാണ്, ആ ചോദ്യവും. കാരണം എന്താണ് നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ നിലപാട് എന്താണെന്ന് താങ്കൾ ചോദിക്കുന്നത് നിർണായകമായ ചോദ്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ആ പദ്ധതിയിൽ താങ്കൾ ചോദിച്ച ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളത് മറക്കരുത്. കോവിഡ് കാലത്തിൻ്റെ മറവിൽ 2020 ജൂലൈ 22-ാം തീയതി ചേർന്ന കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൻ്റെ മറവിലൂടെ ലോക്സഭയിൽ പാർലമെൻറ്റിൽ കൊണ്ടുവരാതെ, ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവരാതെ പാസ്സാക്കിയെടുത്തൊരു നിയമമാണ് ഈ സാധനം. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ അത്
പിന്നെ ഒരു 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 പരിപാടി മാത്രമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അത് നയവും നിയമവുമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ പ്രശ്നം വരുന്ന പ്രധാനപ്പെട്ട കാതലായ ഇഷ്യൂ വരുന്ന അവിടെയാണ്. ഇപ്പോൾ ഈ ഇന്നലെയും MA ബേബി പറഞ്ഞു, CPM ജനറൽ സെക്രട്ടറി പറഞ്ഞു, കേരളം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ല. ഖണ്ഡിതമായിട്ടാണ് പറഞ്ഞത്. നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. നടപ്പാക്കാൻ പിന്നെ ഒരു കേന്ദ്രത്തിന് നിർബന്ധിക്കാൻ പറ്റില്ല. കാരണം കൺകറൻറ്റ് ലിസ്റ്റാണത്. അത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യാവകാശമാണല്ലോ കൺകറൻറ്റ് ലിസ്റ്റിൽ. അത് നമ്മൾ എലിമെൻ്ററി എഡ്യൂക്കേഷൻ വരെയുള്ള കാര്യത്തിൽ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾക്കകത്ത് നിന്നുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ പറ്റി അതിൻ്റെ ആ പെർസെപ്ഷൻ എന്താണെന്നുള്ളത് കേരളം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിൽക്കും. അതല്ലാതെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആസച്ച് നടപ്പാക്കില്ല എന്നുള്ളത് ഖണ്ഡിതമായി തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ അത് ആവർത്തിച്ചിട്ടുണ്ട് MA ബേബി. അല്ല, അത് ശരിയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ആ നിലയ്ക്ക് ആ രൂപത്തിൽ അഡാപ്റ്റ് ചെയ്യില്ല എന്ന് അദ്ദേഹം പറയുന്നു. ശരിയാണ്. പക്ഷേ അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് എടുക്കാതിരിക്കാം എന്നറിയാവുന്നത് കൊണ്ടാണല്ലോ അതിന് PM ശ്രീ വരുന്നത്. PM ശ്രീ വരുമ്പോൾ അതിനകത്തെ പ്രധാനപ്പെട്ട അതിൻ്റെ ഭാവകേന്ദ്രം എന്ന് പറയുന്നത് NEP ആണ്. NEPയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള പൈലറ്റ് വെഹിക്കിൾ എന്ന നിലയ്ക്കാണ് സത്യത്തിൽ കേന്ദ്ര സർക്കാർ PM ശ്രീ അവതരിപ്പിക്കുക പോലും ചെയ്തത്. അവിടുത്തെ പാഠ്യപദ്ധതിയിൽ മാറ്റമുണ്ടാവും, കരിക്കുലത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവും, രൂപത്തിൽ മാറ്റമുണ്ടാവും. അതൊക്കെ സർക്കാർ കാണുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ ഒരു പദ്ധതിയുമായിട്ട് വരുന്നു, അവരൊരു ഫണ്ട് ചെയ്യുന്നു. അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണം എന്നുള്ള മാർഗ്ഗനിർദ്ദേശം അവർ മുന്നോട്ട് വെക്കുന്നു. അതിനകത്തേക്ക് അവരുടെ ഒരു താല്പര്യവും കടന്നു വരില്ല. നിഷ്കളങ്കരായ മനുഷ്യർ, സ്കൂൾ നന്നാക്കണം എന്നുള്ള മോഹം മാത്രമേ അവർക്കുള്ളൂ എന്നാണോ നാം കണ്ടതല്ല. NEP നമുക്ക് മാൻഡേറ്ററി അല്ല, പക്ഷേ NDP അവർക്ക് സ്മഗിൾ ചെയ്യാൻ കഴിയും. അതാണിതെന്നല്ലേ CPI പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല. അതെ, അതാണ് ഒരു ഈ താത്വികമായ അല്ലെങ്കിൽ ആശയപരമായ അടിത്തറ അവർ നിൽക്കുന്ന അവിടെ തന്നെയാണ്. അവിടെ ഐഡിയോളജിക്കൽ ബേസിസിലാണ് CPIയുടെ ക്രിറ്റിസിസം വരുന്നത്. ഞാൻ പറഞ്ഞില്ല, അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. പക്ഷേ ഇവിടെ വരുന്ന ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അവിഭാജ്യ ഭാഗമായിട്ടല്ല ഇത് നടപ്പാക്കപ്പെടുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് ടോട്ടലി കേന്ദ്രാവിഷ്കൃത പദ്ധതിയല്ല എന്നുള്ളതാണ് നമ്മൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം. അവിടെ വരുന്നത് എന്താണ്? അവിടെ വരുന്നത് പിന്നെ നടപ്പാക്കാനും നടപ്പാക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് നിന്നാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിർവഹിക്കപ്പെടുന്നത്. ഇതങ്ങനെയല്ല. ഇത് പൂർണ്ണമായിട്ടും സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ് PM ശ്രീ എന്നുള്ളത്. ആ രണ്ട് കാതലായ വ്യത്യാസങ്ങൾ കാണാതെ നമ്മളിതിനെപ്പറ്റി വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല നിഷാദേ. ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. CPIയുടെ വിമർശനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴും NEPയുടെ അവിഭാജ്യ ഭാഗമായിട്ട് നിൽക്കാൻ കേരളത്തിന് ബാധ്യതയില്ല എന്നുള്ള നിലപാടിൽ നിന്നുകൊണ്ടാണ് PM ശ്രീയോട് യോജിക്കാനായി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശരി, ഞാൻ പറയാം. VR അനൂപ്, ഇവിടെ ഇപ്പം CPIയുടെ എതിർപ്പ്, NEP വരാനുള്ള സാധ്യത, ഇതൊക്കെ മാറ്റിവെക്കാൻ ഞാൻ വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതായത് 5000 കോടിയോളം രൂപ നമുക്ക് കിട്ടാനുള്ളത് പല വഴിക്ക് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ, തരുന്നില്ല. അപ്പോൾ സർക്കാർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ PM ശ്രീ സൈൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ റേഷൻ കടയിലെ പടം, ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട കോബ്രാൻഡിങ്, ഇതിലെല്ലാം പിടിച്ച കണ്ടുപിടുത്തം അറിയാം. അവസാനം നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. കാരണം റേഷൻ കടയിൽ മോദിയുടെ പടം വെച്ചില്ലെങ്കിൽ കേന്ദ്ര സഹായം തരില്ല, ഉച്ചക്കഞ്ഞ് തരില്ല എന്ന മട്ടാണ്. അങ്ങനെ മട്ടെടുക്കുന്ന ഒരു സർക്കാരാണ് സർക്കാർ. നമ്മളാവട്ടെ സർവൈവ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന, കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കപ്പെട്ട, സ്വന്തമായി വരുമാന സ്രോതസ്സുകളില്ലാത്ത ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം GST നടപ്പിലാക്കിയ എല്ലാ കാശും മോദിയുടെ കയ്യിലാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്ന പദ്ധതികളിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു നില വന്നാൽ എന്തു ചെയ്യും സർക്കാർ? വിമർശിക്കുന്നവർ ബദൽ റിസോഴ്സ്, അതായത് വരുമാന മാർഗം പറയട്ടെ എന്നുകൂടി പറയാണ് ജയചന്ദ്രൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫെഡറലിസത്തിൻ്റെ അടി അങ്ങോട്ട് തകർത്തിട്ട് എല്ലാം മോളിൽ നിന്ന് മുറുക്ക പിടിക്കുമ്പോൾ ഉള്ള ഒരു ഞെരുക്കമുണ്ടല്ലോ, ആ ഞെരുക്കമായിട്ട് കൂടി ഇതിനെ കാണേണ്ടതില്ലേ ശരിക്കും അനൂപ്? നിഷാദെ, അതിലേക്ക് വരാം. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ പിണറായി വിജയനാണ് ദേശീയ തലത്തിൽ BJPക്ക് ബദൽ എന്ന് പറഞ്ഞിരുന്ന ആളുകളല്ലേ. ഇപ്പോൾ ദേശീയ തലത്തിൽ ഓരോ നയങ്ങളായി ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്താ? ദേശീയ നയത്തിൽ ചില പിശകുകളുണ്ട്, തകരാറുകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നമുക്ക് പണത്തിൻ്റെ നേരത്തെ പറഞ്ഞ ദൗർബല്യമോ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കത് അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ ഇത് വിദ്യാഭ്യാസ നയത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നേ. ഇപ്പോൾ നേരത്തെ CPM സഹയാത്രികനായ ബഹുമാന്യ സുഹൃത്ത് ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് എന്താ? CPMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിരിക്കുന്നു, ഇത് ഞങ്ങൾ NEP നടപ്പിലാക്കി
നടപ്പിലാക്കില്ല. പക്ഷെ MA ബേബിയുടെ വാക്കിന് എന്ത് വിലയാണ് പിണറായി വിജയൻ കൊടുക്കുന്നത്? CPM-ന്റെ ദേശീയ നയം എന്താ? മാവോയിസ്റ്റ് എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ദേശീയ നയം എന്ന് പറയുന്നത്, മാവോയിസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അത് സൈനികമായോ പോലീസിന് ഉപയോഗിച്ച് പരിഹരിക്കേണ്ടതല്ല എന്ന് പറയുമ്പോൾ ഇവിടെ പിണറായി വിജയൻ അമിത്ഷായെ കാണുമ്പോൾ എന്താ പറയുന്നത്? ഇവിടെ കണ്ണൂരിനെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ ഭീഷണിയുള്ള ജില്ലയിൽ നിന്ന് മാറ്റിയത് പുനഃസ്ഥാപിക്കണം, അതിന്റെ ഫണ്ട് മേടിക്കണമെന്നാ. ഇത് വിദ്യാഭ്യാസ നയത്തിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ലെന്നേ. എന്തിനെയൊക്കെ CPM ദേശീയ തലത്തിൽ എതിർക്കുന്നു എന്ന് പറയുന്നു, അതിനെതിരെ പ്രതിരോധിക്കുന്നു എന്ന് പറയുന്നു, അതിൻ്റെ അത്തരം പ്രതിരോധങ്ങളുടെ മുന്നണി പോരാളികളാണ് CPM എന്ന് അവകാശപ്പെടുന്നു, അതൊക്കെ ഒന്നൊന്നായി ഇവിടെ പിണറായി വിജയൻ നടപ്പിലാക്കുക. താങ്കൾ ഇവിടെ സിവിൽ സപ്ലൈസിന്റെ കാര്യം പറഞ്ഞു, മറ്റു കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ ഫണ്ടിന്റെ പറഞ്ഞു. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഈ പറയുന്ന രാഷ്ട്രീയമായൊരു നയമുണ്ടല്ലോ. ഇവിടെ മാവോയിസ്റ്റ് ബാധിത പ്രദേശം എന്നുള്ള നിലയ്ക്കുള്ള ഭീഷണിയിൽ നിന്ന് അതിനനുവദിച്ച ഫണ്ടിൽ നിന്ന് കണ്ണൂർ ജില്ലയെ ഒഴിവാക്കിയപ്പോൾ ഇവിടെ CPM ഇത്തരമൊരു ദേശീയ തലത്തിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി പോയി ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഫണ്ടാണ് വേണ്ടത്, രാഷ്ട്രീയമല്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയം ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അത് അംഗീകരിക്കണം. നേരത്തെ ഇത് എല്ലാ വകുപ്പുകളും ഈ പറയുന്ന BJP-യുടെ നയം നടപ്പിലാക്കാനുള്ള ഉപകരണങ്ങളായി മാറ്റിയിരിക്കുക. ഇപ്പൊ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ നരേന്ദ്രമോദി ആ പദ്ധതിയുടെ മുഖശ്രീയായി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഏതെങ്കിലും വകുപ്പിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, എല്ലാ വകുപ്പുകളിലും BJP-യുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ സംവിധാനമായി CPM-ന്റെ മന്ത്രിസഭ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ ഇതിനെ പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ എന്താ, ഈ നേരത്തെ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ജയചന്ദ്രൻ, അദ്ദേഹം മറുപടി പറയട്ടെ. കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് ഈ മാവോയിസ്റ്റ് എൻകൗണ്ടർ ബാധിക്കുന്ന ജില്ലയാണെന്ന് ഇവർ പറയുമ്പോൾ അതിന് ദേശീയ നയം ഘടകവിരുദ്ധാണെന്നേ. ഇവരെന്താ തുടക്കത്തിൽ പറഞ്ഞത്? ഞങ്ങൾക്കൊരു മാതൃകയുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയെ പ്രതിരോധിക്കാൻ ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ബദൽ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഇപ്പൊ CPM-ന്റെ സഹയാത്രിക വന്ന് ഈ ചർച്ചയിൽ നിന്ന് ചോദിക്കുക, ഇത് അംഗീകരിക്കുകയല്ലാതെ മറ്റേതാണ് ബദൽ, മറ്റേതാണ് മാർഗം? BJP-ക്ക് സറണ്ടർ ചെയ്യുകയല്ലാതെ മറ്റെന്താണ് വഴി? നിങ്ങൾ പറയൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ, ഇവരുടെ കയ്യിൽ ബദലില്ല. പിണറായി വിജയൻ ബദലല്ല. പിണറായി വിജയൻ ഇവിടെ സംഘപരിവാറിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ BJP ഇതര മുഖ്യമന്ത്രിമാരിൽ പ്രധാനിയാണെന്നേ. അത് ഈ പറയുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ടല്ല, നേരത്തെ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മുതൽ വിദ്യാഭ്യാസ വകുപ്പിനെ വരെ RSS-ന് അടിയറവ് വയ്ക്കുന്ന നിലയിലേക്ക് ഈ ഭരണം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സമ്മർദ്ദം വരുമ്പോൾ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ അനൂപ് പറയുന്നത്, ഒരു സമ്മർദ്ദം വരുമ്പോൾ, ഇപ്പം ഞാൻ അതിനെ കുറച്ചുകൂടി ലൈറ്റായിട്ട് വേറൊരു വഴിക്ക് വായിക്കട്ടെ. ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ സ്വന്തം രാഷ്ട്രീയത്തെ അതിന് മേലെ ഉയർത്തിപ്പിടിക്കാനുള്ള ത്രാണി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും നഷ്ടമായി കഴിഞ്ഞു എന്ന പോയിന്റിലേക്ക് താങ്കൾ വന്നു എന്ന് ഞാൻ പറയാണ്. പക്ഷേ സമ്മർദ്ദത്തെയും അഡ്രസ്സ് ചെയ്യണമല്ലോ. ഇപ്പം നോക്കൂ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം PM ശ്രീയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരല്ല, സൈൻ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒരു ഏകാധിപത്യ സമഗ്രാധിപത്യ ഭരണകൂടത്തിന് കീഴിൽ സർവൈവ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഭരണകൂടങ്ങൾ, പാർട്ടികൾ, പ്രാദേശിക ദേശീയതകൾ, അത് നമ്മൾ സംസാരിക്കേണ്ട പോയിന്റ് അല്ലേ? അല്ല, ഫെഡറലിസത്തിനെതിരെ എങ്ങനെയൊക്കെയാണ് BJP അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഈ പാനലിലുള്ള താങ്കളടക്കം, അവതാരകനടക്കമുള്ള 4 പേർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. BJP എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തിനേക്കാൾ ഫെഡറൽ മൂല്യങ്ങളെ ചവിട്ടി മെതിക്കുന്ന, ഈ പറയുന്ന നേരത്തെ കൺകറന്റ് ലിസ്റ്റിലടക്കം സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട അധികാരങ്ങളെ ഹനിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നൊരു പോയിന്റ് ഇവിടെ നിൽക്കല്ലേ, ഇത് BJP-യുടെ കയ്യിൽ നിന്നുള്ള അവിടെ നിന്നുള്ള സമ്മർദ്ദമാണെന്ന് പറയുമ്പോൾ അമിത്ഷായോട് അങ്ങോട്ട് പോയി പറയാണ് പിണറായി വിജയൻ, കണ്ണൂർ ജില്ലയെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ജില്ലയിൽ നിന്ന് BJP ഒഴിവാക്കുക. അപ്പോൾ ഇവരങ്ങോട്ട് പോയി പറയാണ്, ഇവിടെ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ജില്ല തന്നെയാണ്, പോലീസിന് അതിന് ആവശ്യമായ ഫണ്ട് വേണം, പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താം, സംസ്ഥാനം അടിച്ചമർത്താം, അതിന് ഞങ്ങൾക്ക് ഫണ്ട് വേണം. അപ്പോൾ ഇത് പറയുമ്പോൾ CPM-ന്റെ ദേശീയ നയം എന്താ? CPM-ന്റെ ദേശീയ നയം വളരെ സുവ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് എൻകൗണ്ടർ എന്ന് പറയുന്നത് അടിച്ചമർത്തൽ കൊലപാതകത്തിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒന്നല്ല, അത് രാഷ്ട്രീയമായി ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒന്നാ. ഇപ്പൊ CPI-യുടെ ISF-ന്റെ പ്രതിനിധിയുണ്ട് കേരളത്തിലടക്കം, കാനം രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പല എൻകൗണ്ടർ കൊലപാതകങ്ങളുമായി ബന്ധപ്പെടുത്തി CPI കേരളത്തിൽ പോലും സ്വീകരിച്ച നിലപാടുണ്ട്. പക്ഷേ അതിനൊക്കെ ഘടകവിരുദ്ധമായി ഇവിടെ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം വേണ്ട,
ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ തലത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഈ സഹ്യൻ ഇപ്പുറത്തേക്ക് വന്നാൽ പിണറായി വിജയനാണ് ആ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. അതാണ് ഇതിലെ അപകടം. ഇതിലെ ആത്യന്തികമായ അപകടം എന്താ? ഈ CPM നേരത്തെ പറഞ്ഞു ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പ്രഖ്യാപിച്ചു നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ MA ബേബിക്ക് CPM-നകത്ത് CPM-ന്റെ സംഘടനാ സംവിധാനത്തിനകത്ത് ദേശീയ നേതൃത്വത്തിന് എന്ത് വിലയാണുള്ളതെന്ന് നമുക്കറിയാം. ഇവിടെ അത്തരം നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ സഹ്യന്റെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനുള്ള ത്രാണി CPI നഷ്ടമായിരിക്കുന്നു. ദേശീയ തലത്തിൽ ബദൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ നായകനായ പിണറായി വിജയനാണെന്നൊക്കെ പറയുന്നത് വെറുതെ ആയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ശ്രീ ബിപിൻ അടൂർ AISF-ന്റെ പ്രസിഡന്റ് എന്നോടൊപ്പം തത്സമയമുണ്ട്. ശ്രീ ബിപിൻ, ഈ കാര്യത്തിൽ CPI ഓർ CPI-ക്കൊപ്പം നിൽക്കുന്നവർ ഉയർത്തുന്ന വിയോജിപ്പുകളെ ഞങ്ങളങ്ങ് മറികടന്നോളാം എന്ന് വളരെ കൂളായിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം ചെയ്തത്. എന്ന് വെച്ചാൽ മുന്നോട്ട് പോവുകയാണ് ഇതുമായിട്ടെന്ന് CPIM പ്രഖ്യാപിക്കുന്നു, അതിൻ്റെ മന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു, ഏറ്റവും അവസാനം DYFI പോലും. അപ്പോൾ അതിനകത്ത് അകത്തുയർന്നു വരുന്ന വിയോജിപ്പുകളെ ഞങ്ങൾ കൂളായി ഡീൽ ചെയ്യുന്ന കോൺഫിഡൻസ് അവർക്കുണ്ടല്ലോ. അല്ല, ഇതിനകത്ത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവർ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ ആശങ്കയ്ക്കുളവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് രാജ്യത്തിനാകമാനം മാതൃകാപരമായ രീതിയിൽ അതിൻ്റെ മുൻപന്തിയിലേക്ക് ഓരോ ദിവസവും നടന്നു വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. അത് ഈ സംസ്ഥാനം അതിൻ്റെ കരുത്തുകൊണ്ട് നേടിയെടുത്തതാണ്. കാരണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലകൾ നമുക്ക് നീണ്ട വർഷങ്ങൾക്ക് ശേഷം മികവിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിച്ചത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവേ കേരളത്തിലെ വിദ്യാഭ്യാസം വർഷങ്ങളായി ശാസ്ത്ര ചിന്തയുടെയും സാമൂഹ്യ നീതിയുടെയും മണ്ണിലാണ് വളർന്നത്. ആ വിദ്യാഭ്യാസ മേഖലയിലേക്ക് PM ശ്രീ എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഇരട്ടത്താപ്പായ നയം നടപ്പിലാക്കപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തെ ചേതോ വികാരം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി കേന്ദ്രം ഉദ്ദേശിക്കുന്നത് അതുവഴി NEP നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്താണ് NEP എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. NEP എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വളരെ വിശദമായി തന്നെ അറിയാം. നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ളത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റമായി നമുക്ക് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം ഈ രാജ്യത്ത് ഉടലെടുക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പിലാക്കുന്നത് കോവിഡ് എന്ന മഹാമാരിയുടെ കാലഘട്ടത്തിൽ അതിനെ ഒരു സുവർണ അവസരമായി കണ്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് അകത്തളങ്ങളിൽ പോലും ഒരു ചർച്ചയ്ക്ക് പോലും വിധേയമാകാതെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ രാജ്യത്തിൽ നടപ്പിലാകുന്നത്. പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുവാൻ പോകുന്ന പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം. ഒരുപക്ഷെ ഞാനിങ്ങനെ പറഞ്ഞാൽ നമുക്ക് കേൾക്കുന്നവർക്ക് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം പാർലമെൻറ്റ് അകത്തളങ്ങളിൽ നടപ്പിലാക്കിയില്ല, ഒരു ഗവൺമെൻറ് ഏകാധിപത്യപരമായ രീതിയിൽ മുമ്പോട്ട് പോയി എന്നൊക്കെ ചിന്തിച്ചു പോകുന്നതിലപ്പുറം അതിൻ്റെ ഗൗരവം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. 34 വർഷത്തിനു ശേഷമാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകമാനമായ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ 34 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകമാനമായി വരുന്നൊരു മാറ്റം ഈ രാജ്യത്തിൻ്റെ സുപ്രധാനമായ ഒരു കേന്ദ്രത്തിൽ പോലും ചർച്ചയ്ക്ക് വെക്കാൻ ഭയക്കുന്നു എന്നുള്ളത്, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതയെ സംബന്ധിച്ച് ഞാൻ പറയാതെ തന്നെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അതിനകത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളും അതിലെ രാഷ്ട്രീയ താല്പര്യങ്ങളും എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വിയോജിപ്പില്ലാത്ത ഈ പാനലാർക്കും വിയോജിപ്പില്ല. പക്ഷെ അതിനോട് സഹകരിച്ചു പോകണമോ എന്ന കാര്യത്തിൽ നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായത്തിൽ നിൽക്കുമ്പോൾ ആ വ്യത്യസ്താഭിപ്രായം വളരെ ലഘുവായ ഒന്നാണ് എന്ന സമീപനം മന്ത്രി എടുത്തു കണ്ടു. അതാ ചോദിച്ചത്. ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. വിഷയത്തിലേക്ക് വരുമ്പോൾ NEP-യും കൂടെ പറയാതെ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. കാരണം ഈ PM ശ്രീ പദ്ധതിയിലൂടെ NEP ആണ് പ്രധാനമായും നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് PM ശ്രീ? പ്രൈം മിനിസ്റ്റർ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതി നമ്മൾ PM ശ്രീ എന്ന് ചുരുക്കപ്പേരിട്ട് വിളിക്കുന്നു. ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് ശരിയാണെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് 1500 കോടി രൂപ നമുക്ക് വേണ്ട എന്ന് വെക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഒരുപക്ഷെ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഈ ചർച്ചയ്ക്ക് ശേഷം ഈ ചർച്ച കാണുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ചില ആശങ്കകൾ ഉണ്ടാകാം. 1500 കോടി രൂപ കേന്ദ്രം തരുമ്പോൾ അത് കേരളം അല്ലെങ്കിൽ CPI അല്ലെങ്കിൽ AISF അതിനെ അങ്ങനെ വേണ്ട എന്ന് വെക്കുന്ന ഒരു നിലപാടെടുക്കുന്നത് ശരിയാണോ, ഇവർ വികസന വിരോധികളാണോ എന്നുള്ള തരത്തിലേക്കുള്ള ചില ചോദ്യങ്ങളൊക്കെ ചിലപ്പം സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് ചിലപ്പോൾ ചെന്നുപെട്ടേക്കാം. കാരണം അപ്പോൾ നമ്മൾ അതിന് കുറച്ചുകൂടെ വിശദമായ രീതിയിൽ പറയേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സംസ്ഥാനങ്ങളിലും യൂണിയൻ ഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി 24-25 അവിടുത്തെ നമുക്ക് 5097 കോടി രൂപയാണ് ഈ PM ശ്രീക്ക് ഈ രാജ്യത്തെ യൂണിയൻ ഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. അത് 25-26 വരുമ്പോൾ ഏതാണ്ട് 6547 കോടി രൂപ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കണക്കുകൾ അറിയാത്തവരാണ് ഈ പറയുന്ന പോലെ ഈ ചിലപ്പോൾ ഈ ചർച്ചയുടെ ലൈവ് ടെലികാസ്റ്റിംഗ് യൂട്യൂബിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റായി ചിലപ്പോൾ വരും, ഈ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ കിട്ടുന്ന പൈസ മേടിക്കരുതോ എന്നൊക്കെയുള്ള ആളുകൾ പറയും. അപ്പോൾ ഞാൻ അവരിലേക്കാണ് കൂടുതൽ പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് ഈ പറയുന്ന തുകയിൽ നിന്ന് 1500 കോടി രൂപ തരുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ ഭരണ പ്രദേശങ്ങൾക്കൊന്നും തുക കൊടുക്കണ്ടേ? അതല്ല വിഷയം. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെയാണ് തുടങ്ങുന്നത്. ചോദ്യത്തിൻ്റെ പ്രസക്തി PM ശ്രീ നടപ്പിലാക്കിയാൽ ലഭിക്കുന്ന തുകയാണോ ഈ 1500 കോടി രൂപ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ പ്രസക്തി. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ആ ചോദ്യത്തിന് നമുക്ക് കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കും. PM ശ്രീ നടപ്പിലാക്കിയാൽ കിട്ടുന്ന കേന്ദ്ര സർക്കാർ തരുന്ന വിഹിതമല്ല 1500 കോടി രൂപ. നമ്മളിത് എത്ര ചർച്ചകളിലും എത്ര ഡിബേറ്റുകളിലും സംസാരിച്ചാലും ഇന്നും മനസ്സിലാകാത്ത സാധാരണക്കാരായ ജനങ്ങളുണ്ട്. കാരണം പൊള്ളയായ കാര്യങ്ങൾ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ രാജ്യത്ത് നടക്കുന്നതായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഈ കേരളത്തിന് SSK വഴി കിട്ടുവാനായിട്ടുള്ള ഫണ്ട് 1500 കോടി രൂപ എന്ന് പറഞ്ഞാൽ കേന്ദ്രം നമുക്ക് കേരളത്തിന് നൽകേണ്ട തുകയാണ്. ആ തുക എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ PM ശ്രീ നടപ്പിലാക്കിയാലേ ഞങ്ങൾ തരൂ എന്ന് പറയാൻ സാധിക്കുന്നത്? ഇതുപോലെ ചരിത്രത്തിൽ ഇത്രയും നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗവൺമെന്റിനെ PM ശ്രീ നിങ്ങൾ സൈൻ ചെയ്താലേ നിങ്ങൾക്ക് മറ്റു പണവും തരൂ എന്ന് വാശി പിടിക്കുന്ന നിയമപരമല്ല, ഭരണഘടനാപരമല്ല. അപ്പൊ ആ നിലപാട് ഭരണഘടനാപരമല്ല, നിയമപരമല്ല. അതിനോട് നിയമപരമായും രാഷ്ട്രീയമായും ഫൈറ്റ് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ PM ശ്രീ സൈൻ ചെയ്ത് അതും കൂടി വാങ്ങിച്ചെടുക്കാം എന്ന് പറയുന്ന രാഷ്ട്രീയരഹിതമായ നിലപാട് സ്വീകരിക്കുകയല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് ബിപിൻ പറയുന്നത്. അതെ അത് ആ വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത്, ഇങ്ങനെ PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ PM ശ്രീ പദ്ധതി കേൾക്കാമോ? ഹലോ ബിപിൻ പൂർത്തിയാക്കൂ, വേഗം കേൾക്കാമോ? PM ശ്രീ പദ്ധതി ഒപ്പുവെച്ചെങ്കിൽ മാത്രമേ ഈ തുക അനുവദിക്കൂ എന്നുള്ളത് ഒരു ഫാസിസ്റ്റ് പരമായ കഴിഞ്ഞ കാലങ്ങളിൽ ആ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന തീരുമാനത്തിന്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് കേരളത്തിലടക്കം ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഈ കാലഘട്ടത്തിൽ കേന്ദ്രത്തിന് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ കടക്കുവാനുള്ള ഒരു നൂൽപാലമായി കാണുന്ന PM ശ്രീ പദ്ധതിയിലൂടെ കടന്നു വരുവാനുള്ള ഒരു വഴിയായി കാണുന്ന ഒരു സംഭവത്തെ ഇത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അത് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനും അങ്ങനെ കാണാൻ സാധിക്കില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആ തരത്തിലേക്ക് നിലപാട് പറഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പറയേണ്ടതായി വരും. കാരണം ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമാണ്. അത് നമുക്ക് പറയാതെ പോകാൻ സാധിക്കില്ല. AISFനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലങ്ങളിലും വിദ്യാർത്ഥി പക്ഷത്തിന് വേണ്ടി നിലനിന്നിരുന്ന പ്രസ്ഥാനമാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഈ വിഷയവും വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൽ PM ശ്രീ നടപ്പിലാക്കിയാൽ വരുന്ന അപകടത്തെ സംബന്ധിച്ചൊക്കെ ഞാൻ പോകപ്പോഴുള്ള ചർച്ചകളിൽ വിശദമായി സംസാരിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് അതിൻ്റെ ഒരു പ്രതിനിധിയായ മന്ത്രി എന്ന നിലയിൽ ശ്രീ V ശിവൻകുട്ടിക്ക് അങ്ങനെ പറയുവാൻ സാധിക്കില്ല. അത് അദ്ദേഹത്തിനും നന്നായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള AISFന്റെ പ്രതികരണങ്ങളിൽ ആദ്യ പ്രതികരണം ഇതുതന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. DYFI ഇതിപ്പോൾ ഏറ്റവും അവസാനം അതിനെ പിന്തുണച്ചു. നിങ്ങൾക്ക് വിയോജിപ്പുണ്ട്, നിങ്ങളുടെ വിയോജിപ്പ് സൈദ്ധാന്തികമാണ്, രാഷ്ട്രീയപരമായിട്ടുള്ളതാണ്. ആ വിയോജിപ്പിനെ അവിടെ നിലനിർത്തുന്നു. പക്ഷേ ആ വിയോജിപ്പ് തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പോകുന്നില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ തരുന്ന അപ്ഡേറ്റ്. AISFന് വിയോജിപ്പുണ്ട്,
AIYF-ന് വിയോജിപ്പുണ്ട്, CPI-ക്ക് വിയോജിപ്പുണ്ട്, ക്യാബിനറ്റിലുള്ള നിങ്ങളുടെ മന്ത്രിമാർക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ആ വിയോജിപ്പായി അവിടെ നിൽക്കും. പൂരം കലക്കലുമായി വിയോജിപ്പുണ്ടായിരുന്നല്ലോ, അവിടെ നിൽക്കും. പക്ഷെ അതേതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ നയത്തെയോ തീരുമാനത്തെയോ സ്വാധീനിക്കാൻ പോകുന്നില്ല. അത് പിണറായി വിജയൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അത് പാർട്ടിയുടെ നിലപാടുകൾ പറയും. ISF-ന്റെ നിലപാട് ഇതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ രീതിയിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനോട് ഐക്യപ്പെടുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. സർക്കാർ മുന്നോട്ട് പോയാൽ ക്ലാസ് മുറികളിലെ കാവ്യവൽക്കരണം എന്ന പ്രശ്നത്തിൽ ആശങ്ക ഉയർത്തിക്കൊണ്ട് AISF-ന് ഒരു സമരം പോലും ആലോചിക്കേണ്ടി വരുമെന്ന് താങ്കൾ പറയും. സ്വാഭാവികമായിട്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ തരത്തിലേക്ക് ആലോചിക്കേണ്ടതായി വരും. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നിലവിൽ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടണം, പൈസ കിട്ടുന്നുള്ള ബ്ലോക്സ് ഒഴിവാക്കാൻ നമുക്ക് കുറച്ച് ചില കാര്യങ്ങളൊക്കെ വേണ്ടിവരും എന്ന് മാത്രമേ CPM കാണുന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രശ്നത്തെ CPM അഡ്രസ് ചെയ്യുന്നില്ല എന്ന നിരാശയുണ്ടോ? അല്ല, അങ്ങനെയല്ല. രാഷ്ട്രീയ പ്രശ്നത്തിലൊക്കെ ഇരു പാർട്ടികളും അഡ്രസ്സ് ചെയ്തിട്ടുള്ളതായ പരിപാടികളൊക്കെ ഇതിനോടകം തന്നെ നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെതായ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നിലവിലെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറയുന്ന തുക എങ്ങനെയും മേടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. കേരളം കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ ഒരു മുഖം, ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നടന്ന ഫാസിസ്റ്റ് വൽക്കരണത്തിനെതിരെയുള്ള ബദൽ ഉള്ള കേരളം എന്നുള്ള ഒരു മുഖം, അങ്ങനെ നിരവധി മേഖലകളിൽ രാജ്യത്തിന് മാതൃകയായി കേരളം ഒരു ബദലായി നിൽക്കുന്ന ഒരു കാലഘട്ടവും സാഹചര്യവുമാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇവിടെ നയങ്ങളുടെയോ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിനകത്ത് എന്താണ് കൂടുതലായി ഉള്ളത് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലെ കൂടുതൽ അറിയും. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ചില സാഹചര്യങ്ങളുടെ പുറത്ത് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ ഈ മുന്നണിയുടെ ഒരു പിന്തുണക്കാരൻ, ഈ മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി എന്നൊക്കെ നിരക്കിയാൻ ചോദിക്കുകയാണ്, നടപ്പിലാക്കില്ല ഈ സർക്കാർ, LDF സർക്കാർ എന്ന് പറയാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സ്വതന്ത്ര വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാടുകൾ, ഞങ്ങളുടേതായ ആശയങ്ങൾ എല്ലാ കാലങ്ങളിലും സ്വതന്ത്രമായി പറഞ്ഞിട്ടുള്ളവരാണ്. അത് സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലും ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ നിലപാടുകളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഞങ്ങൾ ഗവൺമെന്റിനെ ഈ പറയുന്നത് പോലെ സർക്കാരിന്റെ തീരുമാനമെടുത്താലും AISF ആ കാര്യത്തിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് അവിടെ ഉണ്ടാകുമെന്നാണ് ബിപിൻ പറയുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഇതിപ്പോൾ നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഇതിനകത്ത് ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന പ്രതികാര മനോഭാവത്തെ മറികടക്കാൻ നമുക്ക് ചില സ്ട്രാറ്റജീസ് എടുക്കേണ്ടി വരും. അങ്ങനെ പല ഘടകങ്ങളും ഉണ്ടാവും. പക്ഷെ നോക്കൂ, ഇതിപ്പോൾ നമ്മൾ ഈ 1-2 വർഷക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു പരിപാടി മാറ്റി MOU സൈൻ ചെയ്യുന്നതിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് വെച്ചാൽ അതുണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ നെഗറ്റീവ് എന്താണ്? കേന്ദ്ര സർക്കാരിനോട് കോംപ്രമൈസ് ചെയ്യുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകൂ, പശ്ചിമ ബംഗാളിലേക്ക് പോകൂ, അവിടെയുള്ള ഈ സ്റ്റാലിൻ്റെയും മമതാ ബാനർജിയുടെയും ഒക്കെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനോട് ഒരു ഓപ്പൺ ഫൈറ്റിൽ നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്, സംഘ് പരിവാറിനോട് കീഴടങ്ങാത്തവരാണ് എന്നതാണ് അവരുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ്. ഇവിടെ ആ സെല്ലിംഗ് പോയിന്റിനെ ഇത് ദുർബലപ്പെടുത്തില്ലേ ഈ MOU സൈൻ ചെയ്യാനുള്ള പരിപാടി ഇപ്പോൾ ഈ സന്ദർഭത്തിൽ? അല്ല, ഞാനതാണ് പറഞ്ഞത്. ഇതിനെ അങ്ങനെ കേവലമായ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ മാത്രം കാണുമ്പോൾ എന്താണ് അടിസ്ഥാനപരമായ പ്രശ്നം? അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്, ഇന്ന് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലെന്ന ലേഖനത്തിനെ ഞാൻ അക്നോളജ് ചെയ്യുന്നു. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല, നിരാകരിക്കുന്നില്ല, മറിച്ച് ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ വന്ന് ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണല്ലോ ശ്രീ VR അനൂപ്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് താങ്കൾ അനൂപിനോട് ചോദ്യം ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി? ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പറയുന്നതിന് പകരം അമിത്ഷാ, മാവോയിസം, കണ്ണൂർ, പിണറായി വിജയൻ ഇതൊക്കെയാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാതലായ വിഷയത്തിലേക്ക് ഒരിക്കലും വരാതിരിക്കുക, അതേപ്പറ്റി പരാമർശിക്കാതിരിക്കുക
ജനറലി പറയുമ്പോൾ നമ്മളല്ലേ ഇതിനോട് യോജിക്കുന്നവരല്ലേ എന്നങ്ങ് കൊട്ടത്താപ്പിന് പറയുക, ഇതാണോ വേണ്ടത്? അല്ലല്ലോ. അത് നിൽക്കട്ടെ, അത് അദ്ദേഹത്തിന് സൗകര്യമുണ്ടേ പറയട്ടെ. താങ്കളുടെ ചോദ്യത്തിലേക്ക് തന്നെ വന്നാൽ, കഴിഞ്ഞ വർഷം അതായത് 2024 ഡിസംബർ ആദ്യത്തെ ആഴ്ചയിൽ ചേർന്ന ക്യാബിനറ്റിലും പിന്നെ ഈ 2025 ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിൽ ചേർന്ന ക്യാബിനറ്റിലും CPIയുടെ മന്ത്രിമാർ ഈ വിഷയം ക്യാബിനറ്റിൽ ഉന്നയിച്ചിരുന്നു. 2 പ്രാവശ്യവും അത് വിശദമായി പരിശോധിക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് ആ വിഷയം കൂടുതൽ പരിഗണിക്കാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ CPIയുടെ മന്ത്രിമാർ ഉന്നയിക്കുന്നത് അവരുടെ രാഷ്ട്രീയമായ, അവരുടെ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ടായിരിക്കും, രാഷ്ട്രീയമായ വിമർശനം തന്നെയാണല്ലോ അവർ ക്യാബിനറ്റിലും പറയുക. അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരികയും അതിനെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് നമുക്കത് പരിശോധിക്കാം എന്ന് പറയുകയും ചെയ്ത സാഹചര്യം, അവസരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന എന്താണ് സാഹചര്യവും അവസരവും എന്ന് എനിക്കറിയാവുന്ന രൂപത്തിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അത് വീണ്ടും ഒന്നുകൂടെ പറയുകയാണ് നിഷാദെ. പിന്നെ അതായത് ഈ 2020 പുത്തൻ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന സംഗതി നടപ്പാക്കാൻ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധ്യതയില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിന് കാരണം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. അധികാരം തന്നെ, ഒരു സ്വാതന്ത്ര്യമൊന്നുമില്ല, അധികാരമുണ്ട്. ആ അധികാരം വിനിയോഗിച്ചിട്ടാണ് കേരളം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നടപ്പാക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. അതേസമയം തന്നെ ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമല്ല, അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമല്ല. എന്നാൽ PM ശ്രീ എന്ന് പറയുന്നത് അതിനോട് കൂട്ടിഘടിപ്പിക്കരുതെന്ന് ഞാൻ പറയുന്നത് ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീം ആയതുകൊണ്ട് തന്നെയാണ്. സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് PM ശ്രീ പദ്ധതി. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അവിഭാജ്യ ഘടകമല്ല, ഭാഗവുമല്ല. പക്ഷേ ഇവർ ചെയ്യുന്ന എന്താണ്? ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം കേരളത്തിൽ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മൾ പിന്നെ SSIയിൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ ചെലവാക്കിയ 1466 കോടി രൂപ ചെലവഴിച്ച 1466 കോടി രൂപ കേരളത്തിന് നൽകൂ എന്നാണ് നിർബന്ധം പിടിക്കുന്നത്. ആ നിർബന്ധത്തിനാണ് ഞാൻ ആദ്യം ചോദിച്ചത്. നമ്മൾ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും വിമർശിക്കണം, അതിലൊന്നും ഒരു തെറ്റും ഞാൻ കാണില്ല. ആ വിമർശനമൊക്കെ ശരിയുമാണ് എന്ന് അംഗീകരിക്കുന്ന ആളുകളാണ്. പക്ഷേ എന്താണ് ഈ 1466 വേണ്ടെങ്കിൽ നമുക്കെന്താണ് ഒരു ബദൽ സംവിധാനം ചെയ്യാൻ കഴിയുക? അങ്ങനെ വേണ്ട എന്ന് വെച്ച് പോകാൻ കഴിയുന്ന അവസ്ഥയാണോ കേരളത്തിനുള്ളത്? അപ്പോഴാണ് ഈ ആർട്ടിക്കിൾ 270 പ്രകാരം നമുക്ക് ഇത് പൊതുവിൽ കരുതുന്നത് BJPക്കാരെങ്കിലും ഇപ്പോൾ ഇവിടെ താങ്കൾ വിളിച്ചിരുന്നെങ്കിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് അവരാണ് സൗജന്യം തന്ന പോലെയാണ് സംസ്ഥാനത്തിന്, നമ്മളവരുടെ സാമന്തന്മാരാണെന്നുള്ള നിലയിൽ. അങ്ങനെയല്ലല്ലോ. ഇത് നമ്മളിൽ നിന്ന് പിരിച്ചുകൊണ്ടുപോകുന്ന പണം പിന്നെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഷെയർ ചെയ്യണം എന്ന് ആർട്ടിക്കിൾ 270 എഴുതി വച്ചിരിക്കുകയാണ് ഭരണഘടനയിൽ. ആ ഭരണഘടന പ്രകാരം നമുക്ക് അധികാരം എന്ന് തന്നെ വാക്കേ ഉപയോഗിക്കൂ ഞാൻ. അധികാരമുള്ള പണമാണ് തരണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് ഉപാധിയും കൊണ്ട് വരുന്നത്. ആ ഉപാധിക്കെതിരെയാണ് നമുക്ക് പിന്നെ താങ്കൾ ആദ്യം ചോദിച്ചതുപോലെ രാഷ്ട്രീയമായ പ്രതിരോധമുണ്ട്, അത് ചെയ്യണം. നിയമപരമായ പ്രതിരോധമുണ്ട്, അത് ചെയ്യണം. പക്ഷേ ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുന്നത് 187 കോടി രൂപ മാത്രമേ കിട്ടൂ. ഈ പറഞ്ഞ പദ്ധതിക്ക് ഈ നടപ്പ് സാമ്പത്തിക വർഷം കിട്ടുന്ന അത്രയും പൈസ നമുക്ക് കിട്ടൂ. അതിനൊരു പ്രാധാന്യം നമുക്ക് കൽപ്പിക്കാതിരിക്കാം. പക്ഷെ പ്രാധാന്യം നൽകേണ്ടി വരുന്നത് നമുക്ക് കിട്ടാനുള്ള ഈ പറയുന്ന സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഇത്രയും പണം 1461 കോടി രൂപ, ആ 66 കോടി രൂപ അതുപേക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം കേന്ദ്രാവിഷ്കൃത പദ്ധതി അംഗീകരിച്ച് ഒപ്പിടേണ്ടി വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ടല്ല കേരളം അംഗീകരിക്കുന്നത്. അത് സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ള നിലയിൽ അതൊരു പ്രത്യേക ഘടക പദ്ധതിയായിട്ട് തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നതും കാണുന്നതും. കാഴ്ചപ്പാട് മാത്രമല്ല, പ്രവൃത്തിയും അങ്ങനെ തന്നെയായിരിക്കും എന്നുള്ളതാണ് നിലപാട്. ആ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നതും. അതിൻ്റെ അകത്ത് വിമർശനങ്ങൾ സ്വാഭാവികമല്ലേ? ഇത്തരത്തിൽ ഇപ്പം പിന്നെ നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്ത് SF-ന്റെ നേതാവ് ബിപിൻ അടൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? അവരുടെ നിലപാടാണ്, രാഷ്ട്രീയ നിലപാട് എന്നുള്ളതിനേക്കാൾ വിദ്യാർത്ഥി സംഘടനയുടെ സ്വതന്ത്രമായ നിലപാടാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് തീരുമാനമെടുക്കാനായി CPI എന്ന മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പ്രബല കക്ഷിയുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ മന്ത്രിമാർ തന്നെ 2 ഘട്ടങ്ങളിൽ ക്യാബിനറ്റിൽ ഉന്നയിച്ചിട്ട് മാറ്റിവെച്ച വിഷയമാണിത്. ആ വിഷയം ഇന്നും മുന്നണി കൺവീനർ പറഞ്ഞല്ലോ, ആവശ്യമായ പരിശോധനകൾ ഇനിയും നടത്തും എന്ന്. അതുതന്നെയാണല്ലോ CBI സ്റ്റേറ്റ് സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം പറയുന്നത് തന്നെയല്ലേ. അത് അന്ധമായി നടപ്പാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ അന്ധമായി നടപ്പാക്കാതിരിക്കുക എന്നുള്ളതല്ല. കാര്യങ്ങൾ പരിശോധിച്ച് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും. ആ വിവേകപൂർണമായ നിലപാടുള്ള മുന്നണിയാണെന്നേ, അത്തരം നേതാക്കളാണെന്നേ LDF-ലുള്ളത്. ചർച്ചയിലേക്ക് വീണ്ടും VR അനൂപ്, ഇവിടെ ഈ ഇത്തരം പദ്ധതികൾ സൈൻ ചെയ്യുന്നത് രാഷ്ട്രീയമായ അടിയറവ് പറച്ചിലാണ് എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകണമെന്നാണ്. ഇപ്പോൾ കർണാടകയുടെ കാര്യം ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു. കർണാടക സർക്കാരും അർഹമായ ഫണ്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്ത ഭരണകൂടമാണ് എന്നായിരുന്നു നമ്മൾ ഓർക്കണം. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ മൗലികമായ പ്രശ്നം, ഇവിടെ നിങ്ങൾ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷെ മൗലികമായ പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല. അവിടെ പല ഘട്ടത്തിലും നമുക്ക് കോംപ്രമൈസ് എടുക്കേണ്ടി വരും. കർണാടകയിൽ പോലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ലാർജർ സ്കെയിലാണോ സത്യത്തിൽ കോൺഗ്രസ് ഒക്കെ കാണേണ്ടത്? അല്ല, അതിലേക്ക് ഞാൻ വരാം. ഈ പറയുന്ന അമിത്ഷാ എന്ന് പറയുന്നത്, കണ്ണൂർ എന്ന് പറയുന്നത് ഇതുമായി ബന്ധമില്ലാത്ത വിഷയമാണെന്നാണ് CPM സഹയാത്രികൻ സ്ഥാപിച്ചു കളയുന്നത്. ഞാനതിൻ്റെ കോറിനെയാണ് സ്പർശിച്ചത്. ഞാൻ എങ്ങനെയാണ് ബന്ധമില്ലാത്ത വിഷയമാവുന്നത്? ഇത് താങ്കൾ പറഞ്ഞ പോലെ കേവലം കോംപ്രമൈസ് അല്ലെന്നേ. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഗതികേട് കൊണ്ട് സ്വീകരിക്കുന്ന ഒരു കാര്യമാണെന്നാണല്ലോ തുടക്കം മുതൽ CPM സഹയാത്രികനായാലും CPM-ന്റെ മന്ത്രി തന്നെയായാലും പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ വിഷയമാണെങ്കിൽ കണ്ണൂരിൻ്റെ വിഷയത്തിൽ അങ്ങോട്ട് പോയി പറയാണ്. കണ്ണൂരിൻ്റെ വിഷയത്തിൽ എന്താണ് ഉണ്ടായത്? കണ്ണൂരിനെ മാവോയിസ്റ്റ് ബാധിത ജില്ലകളുടെ പട്ടികയിൽ നിന്ന് മാറ്റി, അതുകൊണ്ട് ആ ഫണ്ട് കിട്ടില്ല. അപ്പോൾ ഇവിടെ CPM-ന് മുഖ്യമന്ത്രി തന്നെ അങ്ങോട്ട് പോയി പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഫണ്ട് തരൂ, നിങ്ങളുടെ നയം ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാമെന്നാ. നേരത്തെ ഈ PMGയുടെ കാര്യത്തിൽ പറയുന്ന വിഷയം എന്താ, BJP നിർബന്ധിക്കുന്നു, ഫണ്ട് തന്നില്ലെങ്കിൽ നയം നടപ്പിലാക്കിയില്ലെങ്കിൽ ഫണ്ട് തരില്ല എന്നാണെങ്കിൽ, കണ്ണൂരുമായി ബന്ധപ്പെട്ട് ഈ മാവോയിസ്റ്റ് ബാധിത ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം എന്താ, ഇത് BJP ഇങ്ങോട്ട് പറയുന്നല്ല. CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പോയി പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ നയം നടപ്പിലാക്കാം, ഞങ്ങൾക്ക് ഫണ്ട് വേണമെന്ന്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, CPM-ന്റെ നയം നടപ്പിലാക്കാനുള്ള ഒരു ബാധ്യതയും പിണറായി വിജയനില്ലാന്നേ. ഇവിടുത്തെ കേവലം ഫണ്ടിന്റെ വിഷയമല്ല. AISF-ന്റെ പ്രതിനിധി വളരെ വ്യക്തമായി ആ കാര്യം വിശദമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണല്ലോ, അതിനോട് ഞാൻ പരിപൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഈ ഫണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന PM-ശ്രീയുടെ ഫണ്ടല്ല. PM-ശ്രീ നടപ്പിലാക്കിയാൽ കിട്ടുമെന്ന് പറയുന്ന ഫണ്ടാണ്. അവിടെ സ്റ്റാലിൻ കാണിച്ചൊരു മാതൃകയുണ്ട്, ഭരണഘടനാപരമായി ഫൈറ്റ് ചെയ്യാം, അവിടുത്തെ മാതൃകകളുണ്ട്. ആ മാതൃകകൾ സ്വീകരിച്ചില്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ തുടക്കം മുതൽ പറയാൻ ശ്രമിക്കുന്നത്, ഇത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഫണ്ടിന്റെ അപര്യാപ്തതയുമായി ബന്ധപ്പെട്ട് മാത്രം പരിമിതപ്പെടുത്തേണ്ട വിഷയമല്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, കണ്ണൂർ ജില്ലയെ മാവോയിസ്റ്റ് ബാധിത ജില്ലയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ഞങ്ങൾക്ക് ആ ഫണ്ട് വേണം, നിങ്ങൾ എടുക്കുന്ന നിലപാട് ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഇവിടെ AISF-ന്റെ എതിർപ്പ് ആത്മാർത്ഥമാണ്, അതിനൊന്നും പരിഹസിക്കാൻ ഞങ്ങൾ ആളുകളല്ല. പക്ഷെ AISF അല്ല, AYF അല്ല, CPI അല്ല, CPM പറഞ്ഞാൽ പോലും പിണറായി വിജയൻ അത് ബാധകമല്ല. അതുകൊണ്ടാണല്ലോ CPM-ന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റ് എൻകൗണ്ടറുമായി ബന്ധപ്പെട്ട് ഇത് രാഷ്ട്രീയമായി പരിഹരിക്കേണ്ട വിഷയമാണെന്നാ, ഇത് ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണെന്നാ, പോലീസും പട്ടാളവും പരിഹരിക്കേണ്ട വിഷയമല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ MA ബേബി കേരളത്തിൽ വന്ന് ഇതൊക്കെ പറഞ്ഞു പോകാം. കേരളത്തെ സംബന്ധിച്ച് ഇവിടെ പാർട്ടിയുടെ നിയവും നിലപാടും പതാകയും പിണറായി വിജയനായി മാറിക്കഴിഞ്ഞിട്ട് വളരെ കാലങ്ങളായി. മറ്റു വ്യക്തികൾക്ക്, അത് ഈ പറയുന്ന LDF എന്ന മുന്നണി സംവിധാനമാകട്ടെ, CPM എന്ന പാർട്ടി ആകട്ടെ, ഇതിനകത്ത് അല്ലെങ്കിൽ CPM എന്ന പാർട്ടിക്ക് ഇതിനകത്ത് ഒരു റോളുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നടപ്പിലാക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവിടേക്ക് ഉണ്ടാകാം. പക്ഷെ പിണറായി സംബന്ധിച്ച് CPM-ന്റെ ദേശീയ നയം പോലും പ്രസക്തമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ശരി. അല്ല, ബിപിൻ എബ്രഹാം, ഇതിനകത്ത് ഒരു കാര്യമുണ്ടല്ലോ, അതായത് വിയോജിപ്പ് ഉന്നയിക്കുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പണം, അതിന് നാം എന്ത് ബദൽ പരിഹാരം തേടും എന്നത് വിയോജിക്കുന്നവർ വിശദീകരിക്കണം. നേരത്തെ ഈ പാനലിൽ ഒരാൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതിനകത്ത് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ VR അനൂപ് സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ
അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഉദ്ദേശത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയും. അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഒരു സമീപനമാണ് അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ സ്വീകരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു യോഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിരുന്നു. അതിനകത്ത് AISF ആദ്യമേ തന്നെ കൃത്യമായ നിലപാട്, AISF ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് കാണുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ തന്നെ ഈ വിഷയം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് മാധ്യമങ്ങളെ അഡ്രസ്സ് ചെയ്ത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. സംസാരിക്കുമ്പോൾ ഞങ്ങൾ ലെവലേശം അധൈര്യപ്പെടാതെ ഈ പറയുന്ന തീരുമാനം ഇവിടെ നടപ്പാക്കില്ല എന്ന് ഉറച്ച് ഞങ്ങൾ ആവർത്തിച്ച് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെല്ലാവരും പറഞ്ഞതാണ്. അത് ഒരു സൈഡ് അവിടെ നിൽക്കട്ടെ. ആ യോഗത്തിൽ KSUവിൻ്റെ പ്രതിനിധികളും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് അവർ ഈ വിഷയം 2 ദിവസമായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്നവരെല്ലാവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി ചർച്ചകളിൽ സജീവമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ എവിടെയാണ് KSUവിൻ്റെ സാന്നിധ്യം? KSUവിൻ്റെ പ്രതിനിധികൾ എവിടെയാണ്? അപ്പോൾ ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് സമീപിക്കുന്നത് കേന്ദ്രമായാലും ഇനി കേരളത്തിലെ പ്രതിപക്ഷമായാലും 2 പേരായാലും ഞങ്ങൾ ഒരേ സമീപനമേ കാണിക്കത്തുള്ളൂ. ഞങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ യാതൊരുവിധ ലെവലേശം പുറകോട്ട് പോകാത്ത പ്രസ്ഥാനത്തിൻ്റെ പേരാണ് AISF എന്നുള്ളത്. അത് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണെങ്കിലും നാളെ അത് പൊതുമധ്യത്തിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു ശീലമില്ലാത്തത് കൊണ്ട് ഇനിയും പറയുന്നത് ശീലിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. സർക്കാർ ഫണ്ടിന്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ആ ഫണ്ടിന്റെ കാര്യത്തിലൊന്നും മറുപടി പറയേണ്ട ബാധ്യതയുള്ളവരല്ല വിദ്യാർത്ഥി പ്രസ്ഥാനം. വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടാകുന്ന പരിക്കുകളെ കുറിച്ച് സംസാരിച്ചാൽ മതി. ഫണ്ട് സർക്കാർ കണ്ടെത്തിക്കൊള്ളണം എന്നാണോ നിങ്ങളുടെ പോയിന്റ്? ഒരിക്കലുമല്ല, അങ്ങനെയല്ല. ഞാനിവിടെ ആദ്യമേ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ചു, കേന്ദ്രം കേരളത്തിന് നൽകുവാനുള്ള 1500 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായി കിട്ടുന്ന പൈസയല്ല. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, പക്ഷേ PM-ശ്രീ പദ്ധതിയുടെ ഭാഗമായി കിട്ടുന്ന പൈസ അല്ലെങ്കിൽ പിന്നെ ഏത് പൈസ മറ്റു പൈസ കിട്ടണമെങ്കിലും PM-ശ്രീ സൈൻ ചെയ്യണം. PM-ശ്രീ സൈൻ ചെയ്യണം. അപ്പൊ PM-ശ്രീ സൈൻ ചെയ്ത് മറ്റു പൈസ കൂടി കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു. ആ പൈസ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് പൈസയുടെ മാറ്റർ അല്ല. ഇനി 5000 കോടിയാണെങ്കിലും കൊള്ളാം. നമ്മുടെ രാഷ്ട്രീയ നിലപാടാണ് അതിനേക്കാൾ മൂല്യമുള്ളത്. നമ്മുടെ രാഷ്ട്രീയ നിലപാടിനാണ് 5000 കോടിയേക്കാൾ മൂല്യം എന്ന് AISF പറയുന്നുണ്ടോ? ഇവിടെ സൂചിപ്പിച്ചു. അല്ല ഞാൻ അതിനകത്ത് എന്നെ ഒന്ന് പറഞ്ഞ് തീർക്കുവാൻ അനുവദിക്കണം. അതിനകത്ത് ഞാൻ എന്തിലേക്കാണ് എത്തുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് തന്നെയാണ് ഞാൻ എത്തുന്നത്. ഇവിടെ ജയചന്ദ്രൻ സാർ ആ തുകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കേരളത്തിലെ ആ ഫണ്ട് നമുക്ക് വേണ്ട എന്ന് ഉള്ള നിലപാടല്ല. ആ ഫണ്ട് കേന്ദ്രം കേരളത്തിന് തരാനുള്ള അർഹമായ തുകയാണ്. അത് കിട്ടിയേ തീരൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ ആ ഫണ്ട് തരത്തില്ല എന്ന് കേന്ദ്രം പറയുമ്പോൾ ഞങ്ങൾ അതിനുശേഷം തരുന്ന വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനുശേഷം തിരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടെ അവസാനിപ്പിച്ച് പോയവരല്ല. ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചവരാണ്. അതിനുശേഷം കേരളത്തിലെ യോജിച്ച സമര പോരാട്ടങ്ങൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. എന്തേ ഈ കേരളത്തിലുള്ള ഈ വിഷയങ്ങൾ ഇത്രയും പ്രസക്തമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം പോലും മൗനമായിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ CPI ഒരു നിലപാട് പറഞ്ഞല്ലോ, AVF ഒരു നിലപാട് പറഞ്ഞല്ലോ, AISF ഒരു നിലപാട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു മാറി നിൽക്കാതെ യോജിച്ച പോരാട്ടങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലേക്കുള്ള പോരാട്ടങ്ങൾക്ക് എന്തുകൊണ്ട് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കുന്നില്ല? അനൂപ് നിലപാട് നിങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിക്കരുതേ. ഞങ്ങൾക്ക് KSU പ്രസിഡന്റ് മുതൽ KPCC പ്രസിഡന്റ് വരെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ CPI ആണ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. CPI ഇതുപോലെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു ഘട്ടമായിരുന്നു തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി വഴി BJPയെ ജയിപ്പിക്കാൻ പണി നടന്നു എന്ന പ്രശ്നം. പക്ഷെ അതിനകത്തൊരു FIR പോലുമില്ല. ആ ഉദ്യോഗസ്ഥൻ പൂർണ്ണതോതിൽ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്തത് 2 റിപ്പോർട്ടുകൾ വന്നതിന് ശേഷവും. ഇപ്പോഴും അതോ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അവരുടെ ആ ഇനീഷ്യേറ്റീവിനെ സത്യം പറഞ്ഞാൽ നോക്കൂ, റവന്യൂ മന്ത്രി പറയാണ് ഞാൻ വിളിച്ചിട്ട് ഈ പറയുന്ന ഓഫീസർ ഫോൺ എടുത്തില്ല എന്ന്. പക്ഷെ നടപടിയൊന്നും ഉണ്ടായില്ലല്ലോ. ഇവിടെയും CPI വിയോജിപ്പ് ഉന്നയിക്കുകയാണ്, പക്ഷെ നടപടിയൊന്നുമില്ല. അപ്പോൾ CPIക്ക് നിരാശപ്പെടാനാണ് വിധി.
ചിരിക്കുന്നതാരാണ്? CPI നിരാശപ്പെടുന്ന 2 ഘട്ടത്തിലും ഈ ചിരി തൂകുന്നവർ BJP-ക്കാരാണ്. ആ ഒരു സമാനതയെ കാണുന്നുണ്ടോ താങ്കൾ? ജയചന്ദ്രൻ. എന്നോടാണോ ചോദ്യം? Yes. ഓക്കെ. അങ്ങനെയല്ല കേട്ടോ നിഷാദേ, അങ്ങനെയല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം അതിനകത്ത് വ്യക്തമായ കാര്യം പറയാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒത്തിരി ഉപമയ ഉദാഹരണങ്ങളും പറഞ്ഞല്ലോ അനൂപ്. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഉദാഹരണമാണ് പറയുന്നത്. നെല്ല് സംഭരണ പദ്ധതി 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് നെല്ല് സംഭരണ പദ്ധതി എന്ന് ആർക്കാണ് അത് പഠിക്കുന്ന ആർക്ക് മനസ്സിലാവും? 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പക്ഷേ പഴി മുഴുവനും പിണറായി സർക്കാരിനും പിന്നെ GR അനിലിനും CPIക്കും മറ്റുമാണല്ലോ. എന്താണ് അത്തരത്തിലുള്ള വളരെ ബോധപൂർവമായ നിഷേധാത്മക സമീപനം എന്തിനാണ് സ്വീകരിക്കുന്നത്? പിന്നെ മറ്റൊന്ന് മാവോയിസം. 2012 ട്രൈ ജംഗ്ഷൻ, അന്ന് ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്. ട്രൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ ട്രൈ ജംഗ്ഷൻ? അനൂപൊന്ന് മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ഈ കർണാടക, തമിഴ്നാട്, കേരളം 3ൻ്റെ കൂടെ അതിർത്തി വരുന്ന സ്ഥലമാണ് വയനാട്ടിലെ ട്രൈ ജംഗ്ഷൻ. അവിടെ ട്രൈ ജംഗ്ഷന് മാവോയിസ്റ്റിന് വേണ്ടി പ്രത്യേക ഒരു പ്രാധാന്യം, അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് കൊടുത്ത കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് 2012 മുതൽ. ആ കണക്കൊന്നെടുത്ത് പരിശോധിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുക. പിന്നെ ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുന്നത് എന്നുള്ളത് അല്ല നിൽക്കുന്ന പറയട്ടെ. നിങ്ങളുടെ സമയമല്ലല്ലോ, എന്നോട് ചോദ്യം എന്നോടല്ലേ. മര്യാദ കേട്ട പണിയല്ലേ ആ കാണിക്കുന്നത്. നിങ്ങളോടുള്ള ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? നിങ്ങൾക്ക് എന്താ മര്യാദ? അതെന്റെ പണിയല്ല, അത് നിഷാദിന്റെ പണിയാണ്. അദ്ദേഹത്തിന് സമയം തരും. അല്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഏത് കാര്യത്തിലാണെങ്കിലും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത് കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന സാധനമാണ്. അത് മുഴുവനും സംസ്ഥാന വിരുദ്ധവുമാണ്. എങ്ങനെയാണ് സംസ്ഥാന വിരുദ്ധമാണെന്ന് വേറെ ചർച്ച വെച്ചോളൂ. പിണറായി വിജയൻ നടപ്പിലാക്കണ്ടല്ലോ.